SDPI പ്രവർത്തകർ ധർണ നടത്തും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വെള്ളിയാഴ്ച കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിലാണ് ധർണ സംഘടിപ്പിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെയാണ് കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ SDPI ധർണ നടത്തുന്നത്. ഓഗസ്റ്റ് 7-ന് കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തുന്ന ധർണ SDPI സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് താലൂക്ക് ഓഫീസിന്റെ മുന്നിൽ പാർട്ടി ഒരു ധർണ സംഘടിപ്പിച്ചു. ആ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറയാണ്. കഴിഞ്ഞ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന ബഡ്ജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് ആ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലൊരു ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 1555 കോടിയോളം രൂപയുടെ കുറവാണ് ഈ സാമ്പത്തിക വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന വകയിരുത്തിയിരിക്കുന്ന തുകയും കുറവുള്ളത്. അതുകൊണ്ട് സാധാരണ അടിസ്ഥാന ജനവിഭാഗം പലപ്പോഴും നമ്മൾ നാട്ടിൽ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ എപ്പോഴും ആശ്രയിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ പ്രവർത്തനം തകർമാറാവുന്ന നിലയിലാണ് ഇങ്ങനൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ്, ഭവന നിർമ്മാണം, ആരോഗ്യം തുടങ്ങിയ എല്ലാ മേഖലയും ഇത് ബാധിക്കും. കുടിവെള്ളം, റോഡ് നിർമ്മാണം, ക്ഷേമ പദ്ധതികൾ തുടങ്ങി പ്രാഥമിക സേവനങ്ങൾ ഉൾപ്പെടെ പദ്ധതി തുക വെട്ടിക്കുറച്ചത് മൂലം നഷ്ടമാകുമെന്ന് SDPI നേതാക്കൾ പറഞ്ഞു. അഡ്വക്കേറ്റ് KM നജീബ, നവാസ് മുടിയിൽ, സുധീർ വവാക്കാവ്, മുബാഷ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. 1992 ഭരണഘടനയുടെ 73-74 ഭേദഗതിയിലൂടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണാവകാശം നൽകുന്ന ഒരു ഭേദഗതിയെ കൊണ്ടുവന്നത്. 73 ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തുകൾക്ക് സ്വയംഭരണാധികാരം നൽകുകയും 74 ഭേദഗതി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ മേഖലകൾക്ക് അധികാരം നൽകുന്നതാണ്. ഈ സർക്കാർ ചെയ്തിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് നിങ്ങൾ കമ്മിറ്റി കൂടിക്കോ, ഗ്രാമസഭ കൂടിക്കോ, എന്നിട്ട് അധികാരം നിങ്ങൾക്കുണ്ട്, പക്ഷെ ഫണ്ടില്ല എന്ന് പറയുന്നത് ഒരു മഷിയില്ലാത്ത പേന കൊടുത്തിട്ട് നിങ്ങൾ നിറച്ചെഴുതിക്കോ പരാതികൾ എന്ന് പറയുന്ന കൂട്ടാണ്. യഥാർത്ഥത്തിൽ ഗ്രാമസഭകൾ കൂടുന്നത് എന്തിനാണ്? ഗ്രാമസഭയിൽ, വാർഷിക ഗ്രാമസഭയിലോ എടുക്കുന്ന പദ്ധതികൾ അവിടെ നടപ്പിലാക്കാൻ ഫണ്ടില്ലാതെ ഒന്നും അനങ്ങാനൊക്കത്തില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്തോ പഞ്ചായത്ത് മെമ്പറുടെ അടുത്തോളം നേരിട്ട് പരാതിയായിട്ട് ജനങ്ങൾ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.